إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون സത്യ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ മാസം ഇന്നലത്തോടു കൂടി നമ്മിൽ നിന്ന് അവസാനിച്ചു. ഇനി അവശേഷിക്കുന്ന 11 മാസങ്ങൾക്ക് ശേഷമേ റമളാൻ തിരിച്ചു വരികയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റമളാനിൻ്റെ റബ്ബ് തന്നെയാണ് ശവ്വാലിൻ്റെയും ദുൽഖഅദിൻ്റെയും ദുൽഹിജ്ജയുടെയും ശഅബാൻ വരെയുള്ള 11 മാസത്തിൻ്റെയും റബ്ബ്. റമളാനിൽ മാത്രമായി ഒരു റബ്ബോ, റമളാനിൽ മാത്രമായതായിരിക്കുന്ന ഒരു തഖ്വ പ്രകടിപ്പിക്കലോ ഇല്ല. അത് 12 മാസത്തേക്കും ഒരുപോലെയായിരിക്കണം. ഈ 11 മാസക്കാലങ്ങളിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകൾക്കുള്ള ഓഫറാണ് 12ാം മാസമാകുന്ന റമളാൻ എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുപോക്ക്, ഒരു മറിച്ചുപോക്ക്, ഈ നേടിയതായിരിക്കുന്ന പ്രചോദനങ്ങളിൽ നിന്ന്, ആവേശത്തിൽ നിന്ന് ഒരു മനംമടുപ്പ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ഈ ചെയ്തു കൂട്ടിയ അമലുകളൊന്നും തന്നെ നിഷ്ഫലമായി, നിഷ്പ്രഭമായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ലാതെ വരും എന്നുള്ളത് പ്രത്യേകിച്ചും മനസ്സിലാക്കുക. മദീനയിൽ ഒരു സ്ത്രീയെ സൂറത്തുൻ നഹലിലെ 92ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ അല്ലാഹ് പറയുന്നത്, ആ ആയത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം വലാ തകൂനു, അതിൻ്റെ ആശയം മുമ്പത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ബാക്കി ഭാഗം നമുക്കിപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഭാഗം പറഞ്ഞാൽ മതിയല്ലോ. വലാ തകൂനു,
നിങ്ങളാവരുത് കല്ലത്തി ഒരു സ്ത്രീയെ പോലെ, മദീനയിലുണ്ടായിരുന്ന ഒരു മുരടി പെണ്ണിനെ പോലെ, കല്ലത്തി നഖലത്ത് ഗസ്ലഹ, നഖലത്ത് അവൾ എന്തായി കഴിഞ്ഞു, അവള് ഈ പിരിച്ചുണ്ടാക്കിയ നൂലുകളെ മുഴുവൻ, ശക്തമായി പിരിച്ചുണ്ടാക്കിയ നൂലുകളെ കെട്ടഴിച്ചു. പിന്നെയും രാവിലെ പിരിച്ചുണ്ടാക്കുക, വൈകുന്നേരം അയച്ചു വിടുക. ഈ പെണ്ണിനെ പോലെ നിങ്ങൾ ആകുവാൻ പാടില്ല. മിമ്പഅദി ഖുവ്വത്തിൻ അൻകാസ, ഉറച്ച് നൂല് പിരിച്ച് ശക്തിപ്പെടുത്തിയതിൻ്റെ ശേഷം റമദാനാകുന്ന 12-ാം മാസത്തിൽ നമ്മൾ നല്ലപോലെ ആരാധനയിലും ഇബാദത്തിലും തഖ്വയിലും ഈമാനിലും സിയാമിലും ഖിയാമിലും തിലാവത്തിലും കഴിഞ്ഞുകൂടിയ ശേഷം ഒരു ഈദോടുകൂടി എല്ലാം നിർത്തി, എല്ലാം അവസാനിച്ച് അവനവന്റെ പാട്ടിന് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഈ മരടിപ്പെണ്ണിനെ പോലെ എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, അവൻ കൽപ്പിക്കുന്നു, ബിൽ അദ്ൽ, നീതിമുറയനുസരിച്ച്, വൽ ഇഹ്സാൻ, അല്ലാഹു എന്നെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധവും. കണ്ടാ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിന്റെ അർത്ഥം നന്മ എന്ന. ഇഹ്സാൻ റസൂലുള്ള പഠിപ്പിച്ചത് അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ നീ ഇബാദത്ത് എടുക്കുക. അല്ലാഹുവെ നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹു സദാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് റമദാനിൽ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും എൻ്റെ ചലനങ്ങളെ, എൻ്റെ അടക്കങ്ങളെ, എൻ്റെ ഒതുക്കങ്ങളെ, എൻ്റെ ഇബാദത്തുകളെ, എൻ്റെ കുടുംബജീവിതത്തെ, എൻ്റെ പഠനങ്ങളെ, എൻ്റെ ചിന്തകളെ എല്ലാം അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വൽ ഇഹ്സാൻ, അത് ഇഹ്സാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നു. വ ഈതാഇദിൽ ഖുർബാ, അടുത്ത ബന്ധുക്കൾക്ക് നൽകണമെന്നും. വയൻഹ, അവൻ വിരോധിക്കുന്നു. കണ്ടാ, വയൻഹ, അവൻ വിരോധിക്കുന്നു. അനിൽ ഫഹ്ശാ, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ. ഫഹ്ശാ വൽ ഫവാഹിഷിൽ ഒന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. ഫവാഹിഷ് എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ എന്നാണ്. പക്ഷേ അതിലൊന്നാമത്തേത് അള്ളാഹു നിഷിദ്ധമാക്കി എന്ന് പറയുന്നിടത്ത് ഫവാഹിഷുകൾ എണ്ണിയിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങളും നിങ്ങളെ അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. വൽ ബഗി, അക്രമവും. അത് റമദാനിൽ മാത്രമല്ല, യഇളുക്കും, അവൻ നിങ്ങളോട് വഅദ് പറയുകയാണ്. ആര്? അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാവാൻ വേണ്ടി, നിങ്ങൾ ചിന്തയുള്ളവരാവാൻ വേണ്ടി. സദാ ചിന്തിക്കുന്നവരും ആലോചിച്ച് കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്നവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാവാൻ വേണ്ടിയാണ് അള്ളാഹു കുറെ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു, കുറെ കാര്യങ്ങൾ നിങ്ങളോട് വിലക്കുകയും ചെയ്യുന്നു. സൂറത്ത് നഹലിലെ 90-ാമത്തെ ആയത്തിലാണ് ഈ സംഭവം ഉള്ളത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കണം. ഇന്ന് സ്വഭാവിക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഖുർആനും സുന്നത്തും അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളെ അമലുകളെ ബാത്തിലാക്കി കളയരുത്, നിഷ്ഫലമാക്കി കളയരുത്, നിഷ്പ്രഭമാക്കി കളയരുത്. പരലോകത്തേക്ക് അവശേഷിക്കാത്ത രീതിയിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ബാത്തിലിന്റെ അമലുകൾ ചെയ്യരുത്. അഥവാ അന്തഹബത്ത അഅമാലുക്കും, ഒന്ന് ശിർക്ക്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? നീ അല്ലാഹു അല്ലാത്തവരിൽ ലൈൻ അശ്റക്ത, നീ തന്നെ പങ്കു ചേർത്തിയാലും ലയഹ്ബത്തന്ന അമലുക, അമൽ ഒളിഞ്ഞു പോകുന്ന. ഇത് റസൂലിനോട് പറഞ്ഞാന്ന്. ലൈൻ അശ്റക്ത, നബിയെ നീ ശിർക്ക് വെച്ചാൽ, ചെയ്തിട്ടല്ല ചെയ്യയില്ല, ലയഹ്ബത്തന്ന അമലുക്കും, നിന്റെ അമലുകളൊക്കെ അമലുക, നിന്റെ അമൽ ഒളിഞ്ഞു പോകും. അതവിടെ പറഞ്ഞ് അല്ലാഹു റസൂൽ നിങ്ങൾ അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളെ അമലുകളെ ഒരിക്കലും തന്നെ ബാത്തിലാക്കി കളയരുത്. എപ്പോഴും ഏത് സമയവും നാം നമ്മെ പറ്റി ഒരു ആത്മവിചാരണ നടത്തിയും കൊണ്ടേയിരിക്കണം. ഏത് സമയവും ആത്മവിചാരണ നടത്തുമ്പോഴേ നമ്മുടെ തൗഹീദിന്റെ പവർ മാറ്റ്
കൂടുകയുള്ളൂ. എപ്പോഴും ഏത് സമയവും തൗഹീദ് എത്ര കട്ടി കൂടുന്നുവോ അത്രക്ക് മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് മനസ്സ് വരികയുള്ളൂ. തൗഹീദ് എത്ര താഴോട്ട് പോകുന്നുവോ അതിന്റെ ഗ്രാഫ് അത്രക്ക് നമ്മുടെ അമലുകളും താഴോട്ട് പോകും. അതുകൊണ്ട് യാതൊരു വിധേനയുള്ള താഴ്ചയുമില്ലാതെ, കുറവുമില്ലാതെ, യാതൊരു വിധേനയുള്ളതായിരിക്കുന്ന മാറ്റവുമില്ലാതെ ശക്തമായ രീതിയിൽ എപ്പോഴും നമ്മളിങ്ങനെ അല്ല, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉദിക്കുന്നുണ്ടോ, എന്തെങ്കിലും വരുന്നുണ്ടോ, ആർക്കെങ്കിലും വേണ്ടി, എന്തിനെങ്കിലും വേണ്ടി എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ, ശിർക്കിന്റെ ലാഞ്ചന എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ആ ആത്മവിചാരണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളെ അമലുകളൊക്കെ തന്നെ നിരന്തരം വിചാരണ നടത്തിയും കൊണ്ടിരിക്കണം. ഇവിടെ തന്നെ, പരലോകത്തുനിന്നല്ല, ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിചാരണ നടത്തിയും കൊണ്ടേയിരിക്കണം. കാരണം പരലോകത്ത് നിങ്ങളെ അമലുകളെ വലിയ പ്രദർശനത്തിന് വിധേയമാക്കും. പ്രദർശനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നല്ല, ഓരോന്ന് എടുത്തും കേട്ട് ഇത് എപ്പ ചെയ്തതാണോ, ഇത് എങ്ങനെയാണോ എന്ന് അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയല്ല. അള്ളാഹ്ക്ക് ഇതെല്ലാം അറിയാ. നിന്നെ കൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും വലിയൊരു പ്രദർശനത്തിന് നാളെ പരലോകത്ത് നിങ്ങളെ വിധേയരാക്കുമ്പോൾ അതിന് തയ്യാറായിരുന്നോളണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്ന് മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ട് ആരും തന്നെ അവനവൻ ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, അവനവൻ ലഭിച്ചിരിക്കുന്ന യുവത്വം, അവനവൻ ലഭിച്ചിരിക്കുന്ന സമ്പത്ത്, അവനവൻ ലഭിച്ചിരിക്കുന്ന ജീവിതം, അവനവൻ ലഭിച്ചിരിക്കുന്ന ഒഴിവു സമയം, ഇതൊന്നും തന്നെ പാഴാക്കാതെ ഇരിക്കുക. അത് പാഴാക്കിപ്പോയാൽ, അത് നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കുക, വീണ്ടെടുക്കുക ഒരിക്കലും തന്നെ സാധ്യമല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന 3 കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാലോ. എല്ലാ ഖുതുബയിലും, എല്ലാ പ്രഭാഷണത്തിലും, എല്ലാ ക്ലാസ്സിലും, എല്ലാ ഉപദേശങ്ങളിലും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഇദാ മാത ഇബ്നു ആദം എന്നുള്ള ഹദീസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ്, 3 ഒഴികെ, 3 അമലൊഴികെ, 3 പ്രവർത്തനം ഒഴികെ. അതിൽ ഒന്നാമത്തേത് ഇൽമുൻ നാഫിഅ യന്തഫഉ ബിഹി, ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് അവൻ പഠിപ്പിച്ചു കൊടുത്ത്, ആ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് ജനങ്ങൾ അമൽ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കുറയാതെ ഈ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കും ബർസഖിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇൽമുൻ നാഫിഇന് വേണ്ടി ശ്രമിക്കണം, അത് പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അത് നമുക്ക് ബർസഖിലേക്ക് ഉപകരിക്കുമെന്ന് നസ്സായി, അഥവാ കൃത്യമായി പ്രമാണബദ്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അടുത്തത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹ് ആയ സന്താനം. മൂന്നാമത്തേതോ സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജാരിയായ സദഖ. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത്. അതെന്താ? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. എന്താ സ്വാലിഹായ സന്താനം എന്ന് പറഞ്ഞാൽ? തൗഹീദുള്ളവൻ. ഓൻ ദ്വാരനാൽ ആർക്കാ കിട്ടല്? തൗഹീദുള്ളപ്പാക്ക്, അല്ലാത്തന്നെ കിട്ടൂല. ഇതാ ഇതിന്റെ പ്രശ്നം. ഇതിന്റെ പ്രശ്നം അതാണ്. നമ്മൾ മരണപ്പെട്ട് ശിർക്കോടുകൂടെ, ഉദാഹരണം പറയാന്നേ, ശിർക്കിലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അന്ധവിശ്വാസത്തിലോ പെട്ടുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു. നമ്മളെ മകൻ പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നിട്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം തൗഹീദിന്റെ കണക്ഷൻ ശിർക്കിലേക്ക് ബാധിക്കയില്ല, ശിർക്കുമായി ടച്ചാകയില്ല. മകന്റെ തൗഹീദിന്റെ പ്രാർത്ഥന, ഓൻ സാലിഹാണ്, ഓൻ നല്ലോനാന്ന്, ഓൻ നല്ല മോനാന്ന്, ഓൻ ഖുർആൻ പഠിച്ചോനാന്ന്, ഓൻ ഹദീസ് പഠിച്ചോനാന്ന്, എല്ലാം ശരി തന്നെ. പക്ഷേ ദ്വാരക്കപ്പെടുന്ന ആള് ശിർക്കിലായി മരിച്ചു പോയതാണെങ്കിൽ ഈ സാലിഹായ മകന്റെ പ്രാർത്ഥന അങ്ങോട്ടെത്തുകയില്ല, ഉറപ്പ്. അപ്പൊ സാലിഹായ സന്താനം എന്ന് പറയുമ്പോൾ എന്ത് വേണം?
നമ്മൾ സാലിഹീങ്ങളാകുന്നതിനോട് കൂടെ, നമ്മൾ തൗഹീദിലാകുന്നതിനോട് കൂടെ മക്കളെയും ഓളെയും കുടുംബത്തെയും കരകളഞ്ഞ തൗഹീദിന്റെ വാക്താക്കളാക്കി വളർത്തിയെടുക്കുകയും എന്നിട്ട് അവരെ പഠിപ്പിക്കുക, മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഉപ്പ മരണപ്പെട്ടാൽ ഉപ്പയുടെ മരണശേഷം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരോട് വസിയത്ത് ചെയ്യുക. കാരണം എന്താ? ഉപ്പാക്കും തൗഹീദുണ്ട്, മകനും തൗഹീദുണ്ട്. അല്ലെങ്കിൽ ഈ കണക്ഷനുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഇത് റിജക്റ്റ് ആക്കപ്പെടും, അഥവാ തള്ളപ്പെടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചോ? ഇല്ല. എന്തേ? ഇബ്രാഹിം നബി മോശക്കാരനായതുകൊണ്ടാ? ഖലീലുള്ളാഹി അല്ലേ? എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അദുവുല്ലാഹ്, അള്ളാന്റെ ശത്രുവാന്ന് ഉറപ്പാണ്. ആരെ? ഞാൻ പറഞ്ഞല്ല, ഖുർആനിലെ ആയത്താണ്. അള്ളാന്റെ ശത്രു അദുവുല്ലാഹ്. പിന്നെ എന്ത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ കാരണം മക്കളെ നല്ല നിലക്ക് വളർത്തിക്കോ, ഭാര്യയോട് തൗഹീദ് പറഞ്ഞു കൊടുത്തോ. മരണാനന്തരം നമ്മൾക്ക് വേണ്ടി മക്കളെ നമ്മൾ തൗഹീദിൽ വളർത്താതെ പോയാലും അപകടമാണ്. നാം തൗഹീദിലാണെങ്കിലും തൗഹീദില്ലാത്തവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കയില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇബ്രാഹിം നബിയുടെ ചരിത്രമല്ല, ഇബ്രാഹിം നബിയുടെ ആദർശം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഉപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപ്പാനോട് ഒരു വഅദ ചെയ്തിരുന്നു, ഒരു വാഗ്ദത്തം. ആ വാഗ്ദത്തം പൂർത്തിയായി എന്നല്ലാണ്ട് അള്ളാഹ് എന്താക്കിയില്ല? ഇതുവരെ സ്വീകരിച്ചില്ല, സ്വീകരിക്കുകയില്ല. കണ്ടില്ലേ? പ്രാർത്ഥിച്ചപ്പോൾ സ്വീകരിച്ചില്ല. മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഇറക്കിയ ഖുർആനിലാന്ന് പറയുന്നത്. അതാ വാഗ്ദത്തം, ആ കരാറ് പൂർത്തിയാക്കി എന്ന് അല്ലാതെ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവുല്ലാഹ്, എന്റെ പിതാവ് അള്ളാന്റെ ശത്രുവാണ് എന്ന് ഇബ്രാഹിം നബിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ തബറഅ മിൻഹു, ആ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. കാരണം എന്താ? ഓർക്ക് തൗഹീദിന്റെ കണക്ഷൻ കിട്ടിയില്ല. ഇപ്പറ റെഡിയാന്ന്, ഫീസെല്ലാം റെഡിയാന്ന്, പക്ഷെ അപ്പുറത്ത് ഫീസില്ല, അത് പൊട്ടിപ്പോകാന്ന്. എന്തേ കാരണോ? തൗഹീദില്ലാത്തതുകൊണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എത്ര ദ്വാരത്തിനും കാര്യമില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് സ്വീകരിക്കൂല. അതാണ് ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവുല്ലാഹ് തബറഅ മിൻഹു. തന്നെയല്ല, കാലാകാലത്തേക്കും അത്തരത്തിലുള്ള പ്രാർത്ഥന അള്ളാഹു വിലക്കി പരിശുദ്ധ ഖുർആനിലൂടെ. മുഅ്മിനീങ്ങളായ ആളുകൾ മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പാടില്ല എന്നാ പറഞ്ഞേ. അവര് കൃത്യമായ നരകത്തിന്റെ അഹ്ലികാരാണ്, ശിർക്കോടുകൂടി മരണപ്പെട്ടവരാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം അവർക്ക് വേണ്ടി നിങ്ങളാരും പ്രാർത്ഥിച്ചേക്കണ്ട എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർക്കോ വിശ്വാസികൾക്കോ പാടില്ല മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ. അവര് അടുത്ത ബന്ധുക്കളാണെങ്കിലും എന്നെ പോറ്റി വളർത്തിയതല്ലേ, 85 കൊല്ലം ഉപ്പ എന്നെ പോറ്റി വളർത്തിയതല്ലേ, എന്നെ സംരക്ഷിച്ചതല്ലേ, എന്നെ പഠിപ്പിച്ചതല്ലേ, എനിക്ക് വീടെടുത്ത് തന്ന ആളല്ലേ, എനിക്ക് മംഗലം കഴിപ്പിച്ച് കല്യാണം കഴിച്ചു തന്ന ആളല്ലേ, എനിക്ക് കട തുടങ്ങി തന്ന ആളല്ലേ, എനിക്ക് വണ്ടി വാങ്ങി തന്ന ആളല്ലേ, എനിക്ക് വീട് വെച്ച ആളല്ലേ. അവർക്ക് വ്യക്തമായ വിവരം കിട്ടിയതിന്റെ ശേഷം അന്നഹും മിൻ അസ്ഹാബിൽ ജഹീം, അവർ നരകക്കാരാണ് എന്ന്. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ നരകത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ദ്വാരക്കല്? പ്രവാചകനോ വിശ്വാസികൾക്കോ അഥവാ തൗഹീദുള്ളവനോ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളും അമ്പിയാക്കന്മാരെ ആഗ്രഹം പോലെ, നബിമാരുടെ ആഗ്രഹങ്ങൾ പോലെ
എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പിൻതലമുറയിലും തൗഹീദി സമൂഹം ഉണ്ടാക്കി തീർക്കണം, നിലനിർത്തണമെന്ന് പ്രാർത്ഥിച്ച അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമാണ് ഉപ്പമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ളത്. പിന്നെന്താ? എൻ്റെ മോനല്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അറിയില്ലേ? എൻ്റെ മോനല്ലേ, ഞാൻ പോറ്റിയതല്ലേ, ഞാൻ വളർത്തിയതല്ലേ, ഒരു കാര്യമില്ല. എന്നാ പിന്നെ ഇറ്റളെ നോക്കണ്ടേ? അത് ദുന്യാവിൽ നീ സഹകരിക്കണം. പക്ഷേ നിനക്ക് പരലോകത്തൊക്കെ ബർസഖിലേക്ക് ഉപകരിക്കില്ല തൗഹീദില്ലെങ്കിൽ. നോക്ക് നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം എല്ലാവർക്കും അറിയാം, ചരിത്രം പറയേണ്ടതില്ല. നൂഹ് നബിയോട് അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്നഇൽ ഫുൽക, നീ ഒരു കപ്പൽ നിർമ്മിക്കും, എന്നിട്ട് അതിൽ കയറ്റാൻ പറഞ്ഞ ആൾക്കാരെല്ലാം കയറ്റി, എന്നിട്ട് ബിസ്മില്ലാഹി മജ്റഹാ വിട. അപ്പൊ ഈ കപ്പൽ ഇങ്ങനെ ഉയർന്നുയർന്ന് ജലപ്രളയമായി രൂപപ്പെടുമ്പോൾ മകനുണ്ടിങ്ങനെ ആ പ്രളയത്തിൽ. ഏതൊരുപ്പാക്കും പൊറുക്കൂല, ഏതൊരുപ്പാക്കും മനസ്സ് പൊറുക്കുകയില്ല. മകൻ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടുന്നു. ഉപ്പയാണെങ്കിലോ കപ്പലിലുമാണ്. ഏതുപ്പയാണെങ്കിലും എന്ത് ചെയ്യും? മോനെ എടാ വേഗം നീന്തി കൊണ്ടെത്തെ, ഇതിൽ കയറിക്കോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇർക്കം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ ഇതാ ഇതിൽ കയറിക്കോ, നീ ഒരിക്കലും നിഷേധികളിൽ പെട്ടുപോവല്ല കുഞ്ഞുമോനെ. ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ഹൂദ് 42. അപ്പോ ഇന്നത്തെ ന്യൂജൻ പറഞ്ഞ അതേ മറുപടിയാന്ന് മോൻ പറഞ്ഞ്. എന്താ ന്യൂജൻ പറയല്? നമ്മൾ വല്ല ഹെലികോപ്റ്ററിലൊക്കെ മറ്റായിട്ട് നമ്മൾ കഴിച്ചിലാവും. അങ്ങനെ എന്തല്ല എന്താ മക്കള് പറയല്? ഇതേ വർത്താനം. എന്തേ പറഞ്ഞത്? സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, ഈ ജലപ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയും കൊണ്ട് ഞാൻ രക്ഷപ്പെടാം പിതാവേ, എന്നാലും നിങ്ങളെ കപ്പലിൽ കയറാൻ ഞാനില്ല എന്ന് മോൻ ഉപ്പാനോട് വാശി പിടിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുക അതാ വലിയൊരു തിരമാല വന്ന് മുങ്ങി മരിക്കാൻ. ഉപ്പ പറഞ്ഞു, മോനെ ഇന്ന് ഒരു മലയും ഒരു കുന്നും ഏടെയും കയറാൻ കഴിയൂല. ലാ ആസിമ അല്യൗം, ഇന്ന് ഒരു സുരക്ഷിത സ്ഥലവുമില്ല. ഇത് ജൂദീ പർവ്വതത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇതിൽ കയറിക്കോ എങ്ങനെങ്കിലും. നമ്മളില്ല. സംഗതി മരണപ്പെട്ടു. പ്രളയം കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുമ്പോ മോൻ അഹ്ലുകാരനല്ലേ, നിന്റെ അഹ്ലുകാരെ രക്ഷപ്പെടുത്താൻ അള്ള പറഞ്ഞല്ലേ. ഓർത്തു മോൻ ആണല്ല. പ്രശ്നമാകുമ്പോ എന്താ അമ്പിയാക്കന്മാർ ചെയ്യാ? അള്ളാഹോട് പറയും. അല്ലാണ്ട് മക്കാമിലേക്ക് ഓടലല്ല, യാറത്തിലേക്ക് വേണ്ടതല്ല ഇത്. അള്ളാഹോട് പറയാന്ന്, ഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, അള്ളാഹുവേ എൻ്റെ മകൻ എൻ്റെ അഹ്ലിൽപ്പെട്ടവനാണ്, നീ എന്നോട് അവനെ രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്തതുമാണ്. അവനോടോ എഴുപ്പോയി ഇല്ല. അപ്പം എന്നാല് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയണം? ശരിയാന്നല്ലേ, ഓനെ കാണാനല്ലേ, ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞോ. എൻ്റെ അഹ്ലിൽ പെട്ടവനാണ് എൻ്റെ മകൻ, എൻ്റെ മകൻ എവിടെ എന്ന് അള്ളാഹിനോട് നൂഹ് നബി ചോദിക്കുമ്പോൾ നൂഹ് നബിയോട് അള്ളാഹു പറയുന്ന മറുപടി, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ അഹ്ലിൽ പെട്ടവനല്ല. അതെങ്ങനെയാന്ന്? ഉപ്പയും മോനും തമ്മിൽ തൗഹീദിയായ ബന്ധമല്ല. നിന്റെ ഇന്ദ്രിയത്തിൽ പിറന്നവനായിരിക്കാം, നിനക്ക് ജനിച്ചവനായിരിക്കാം, നീ ജന്മം നൽകിയവനായിരിക്കാം, പക്ഷേ കണക്ഷൻ ഇല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, സൂറത്ത് ഹൂദിലെ 46 വരെയുള്ള ആയത്തെടുത്ത് പരിശോധിച്ചാൽ കാണാം, അവൻ നിന്റെ അഹ്ലിൽ പെട്ടവനല്ല. അത് പറഞ്ഞ അള്ളാഹ് നിർത്തിയോ?
എന്നാ പിന്നെ അങ്ങനെ കേട്ട്, എന്നാ പിന്നെ എനിക്ക് അങ്ങനെ നിർത്തിയ ഇല്ല. ഈ ചോദ്യം അനാവശ്യമാണ്. എന്താ? ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, ഇന്നഹു നിശ്ചയമായും എൻ്റെ മകൻ അമലുൻ ഒരു പ്രവൃത്തി ചെയ്തവനാണ്, ഗൈറു സാലിഹിൻ നല്ലതല്ലാത്ത. ആ പണി ഏതാ? ശിർക്ക് ചെയ്തവനാണ്, ഓരോ കൂട്ടത്തിലാണ്. ഒന്ന് സാലിഹായ നല്ലതായ അള്ള സ്വീകരിക്കുന്ന അള്ള കബൂലാക്കുന്ന ആ വഴിയിൽ പെട്ടവൻ അല്ല. അതുകൊണ്ട് നിന്റെ അഹലുകാരെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കലും നിന്റെ മകനതിന് യോഗ്യനല്ല. നിനക്ക് അറിവില്ലാത്ത കാര്യം എന്നോട് വെറുതെ ചോദിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉണർത്തുകയാണ്. കണ്ടാ, മറച്ചു നോക്ക്, സംശയം കണ്ട. അതല്ല ഇങ്ങനെ ബറപ്പിക്കാന്ന് പറയാൻ നിൽക്കണ്ട, മറച്ചു നോക്ക. ജുമാ കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഹൂദ് 46 മേൽഭാഗത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഓരോ ആയത്തെടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ പച്ചയായി മനസ്സിലാകും. ഗൗരവമുള്ള കാര്യമാണ്, ഗൗരവമല്ല, അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. എല്ലാം ശരിയില്ല, ശരി ഒന്നേ ഉള്ളൂ, കറക്റ്റായിട്ട് പറയാന്ന് അല്ലാഹു നൂഹ് നബിയോട്, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം എന്നോട് നീ ചോദിച്ചു പോകരുത്. എന്നോട് ചോദിച്ചു പോകരുത്, നിനക്കറിയില്ല. നിന്റെ അഹ്ലുകാരെ രക്ഷപ്പെട്ടാന്ന് പറയുമ്പോ അതിൽപ്പെട്ടവല്ലവൻ. എത്ര ഗൗരവമാണ് ഒരു ഉപ്പാന്റെ സങ്കടം. അപ്പൊ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് അതിനെ തിരുത്തു പറഞ്ഞു. അത് സൂറത്ത് ഹൂദിലെ താഴോട്ടുള്ള ആയത്തുകളിൽ കാണാവുന്നതാണ്. പരലോകത്ത് വെച്ച് ഇബ്രാഹിം നബി ഇപ്പാനെ കാണും. വലിയ ദുഃഖകരമായ അവസ്ഥയിലാണ് കാണുക, വലിയ ബേജാറുള്ള അവസ്ഥയിലാണ് കാണുക. കാരണം അദ്ദേഹം തൗഹീദിന്റെ വക്താവും ഉപ്പ ശിർക്കിന്റെ വക്താവും. അസ്ഹാബുൽ ജഹീം എന്ന് പറഞ്ഞാൽ എന്താ? നരകക്കാർ. എന്താ നരകം എന്ന് പറഞ്ഞാല്? ചെറിയ ചൂടാന്ന്, കൈ ഇങ്ങനെ ആക്കുമ്പോ പൊള്ളുന്ന പൊള്ളല. തൊലിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന, ലളാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, സഈർ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, ഇതെല്ലാമാണ് നരകത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് അത് സഹിക്കാനോ ക്ഷമിക്കാനോ തടുക്കാനോ സാധ്യമല്ല എന്ന് സഹോദരന്മാരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മരണാനന്തരം നമുക്ക് ഉപകരിക്കുന്ന ഏറ്റവും മുന്തിയ മുതലാണ് നമ്മുടെ മക്കൾ. പക്ഷേ ആ മക്കളെങ്ങാനും തൗഹീദിലല്ല, അതല്ല നമ്മൾ തൗഹീദിലല്ല എങ്കിലുണ്ടല്ലോ ഇസ്തിഗ്ഫാർ തടയപ്പെടും, ഇസ്തിഗ്ഫാർ മുടക്കപ്പെടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം, തൗഹീദിലായി മക്കളെ വളർത്താനും അതനുസരിച്ച് നമ്മൾ അതേ തൗഹീദിലായി ജീവിക്കാനും. എങ്കിലേ എനിക്ക് മോന്റെ പ്രാർത്ഥന കിട്ടൂ. എൻ്റെ അപ്പാക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് ഇവിടുന്ന് പറയുമ്പോൾ അത് ബർസഖിൽ നമുക്ക് ഉത്തരമായി ലഭിക്കണമെങ്കിൽ രണ്ടാൾക്കും തൗഹീദ് കിട്ടണം. അപ്പോ മരണാനന്തരം നമുക്ക് ലഭിക്കാമെന്ന് പറയുന്ന ഏറ്റവും സമ്പത്താണ് നമ്മളെ മക്കൾ, സംശയമൊന്നുമില്ല. എല്ലാവരും തിരിച്ചു പോരുന്ന കൂടുതൽ അഹലുകാരെല്ലാം തിരിച്ചു പോരും. പിന്നെ ഇവിടുന്ന് ലഭിക്കാനുള്ള ഈ ഇസ്തിഗ്ഫാറാണ്. ആ ഇസ്തിഗ്ഫാർ പോലും തടയപ്പെടും. ശിർക്കിന്റെ ലാഞ്ചനയോടുകൂടി നമ്മൾ മരണപ്പെട്ടാൽ, നമ്മുടെ മക്കൾ അത്തരത്തിൽ ജീവിച്ചാൽ എന്ന കാര്യം അടിസ്ഥാനപരമായി ഗൗരവപരമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമളാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. റവാഹു മുസ്ലിം. സഹോദരന്മാരെ, റമളാൻ നമ്മൾ പൂർത്തിയാക്കി. ഇനി ബൈനോമ്പ് എന്ന് പറയുന്ന
ശവ്വാലിലെ 6 നോമ്പ്. റസൂലുള്ള പറയുകയുണ്ടായി, മൻ സാമ റമളാൻ, ഒരാൾ റമളാൻ നോമ്പെടുത്തു, സുമ്മ അത്ബഅഹു, പിന്നെ അതിനെ തുടർന്നുകൊണ്ട് അവൻ നോറ്റു, സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിലെ നോമ്പെന്ന 6 നോമ്പ് നോറ്റാൽ കാന കസിയാമി ദഹർ, അത് ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമായിരിക്കും. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ അതെങ്ങനെയാന്ന്? 1-ന് 10 എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു നോമ്പിന് 10, ഏറ്റവും ചുരുങ്ങി അങ്ങനെ കൂട്ടിക്കോ. 10 അല്ല, അള്ളാഹ് 700-നേക്കാളും മേലേക്ക് കൊടുക്കുന്നതാണ് ഹദീസിലുള്ളത്. ചുരുങ്ങിയ 10 കൂട്ടാം. അപ്പം 30-ന് 300, 6 നോമ്പിനോ 60, 360. അതാണ് സിയാമുദ്ദഹർ, ഒരു വർഷക്കാലം നോമ്പെടുത്ത പ്രതിഫലമാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകൾ ഏറ്റവും അഫ്ദലായത് തുടർച്ചയായിട്ട് നോൽക്കലാണ്. സാധിക്കുമെങ്കിൽ നാളെ മുതൽക്ക് തന്നെ നോക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇടവിട്ടുകൊണ്ടും നോൽക്കാവുന്നതാണ്. ഈ മാസത്തിൽ ബാക്കി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ സാധിക്കാത്തവർക്ക്, സാധിക്കുന്നവന്, കഴിയുന്നവന്, ആരോഗ്യമുള്ളവന് നാളെ മുതൽ തുടർച്ചയായി 6 ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലക്കാരനായി അവന് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും. അതാണ് കസിയാമിദ്ദഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് റമദാൻ മാസക്കാലം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളിയിൽ നടന്നു. ഇഫ്താർ, അതേ പ്രകാരം തന്നെ അതിനു വേണ്ടി സഹായിച്ചവർ, ഇഫ്താറിന് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കിയവർ, അതേ പ്രകാരം തന്നെ സക്കാത്ത് സെല്ലിൻ്റെ പണം പിരിച്ചവർ, ഫിത്ർ സക്കാത്ത് പിരിച്ചവർ, ശേഖരിച്ചവർ, അത് യഥാർത്ഥ അവകാശികൾക്ക് എത്തിച്ചു കൊടുത്തവർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. അതിൻ്റെ പുറമെ ഈദ്ഗാഹ്, ഒരുപാട് അധ്വാനമുള്ള പണിയാം. ഒരുപാട് കാര്യങ്ങൾ, സ്ഥിരം പ്രതിഷ്ഠിക്കപ്പെട്ടവരായ ആളുകൾ ആ കാര്യത്തിൽ സജീവ പങ്കാളികളായിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ഇവിടെ നടക്കുകയുണ്ടായി. അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പടച്ചവനെ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയവരും അതിൽ പങ്കാളികളായവർക്കും നീ തക്കതായ പ്രതിഫലം നൽകണമേ അല്ലാ. അവരിൽ നിന്ന് അത് സ്വീകരിക്കണമേ അല്ലാ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി സഹായിച്ചവർക്ക് നീ യഥാർത്ഥ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. മറ്റൊന്ന് ഗൾഫ് പ്രതിസന്ധി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, വിശദീകരിക്കേണ്ടതില്ല. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു സമാധാനത്തിലേക്ക് എത്തുവാൻ. കാരണം ആ നാട്ടിൻ്റെ മുഖ്യ വരുമാനം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മതസ്ഥാപനങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട സ്ഥാപനങ്ങളും കച്ചവടങ്ങളുമെല്ലാം അവിടെയും ഇവിടെയും നടക്കുന്നത്. അതിനെല്ലാം തന്നെ ആത്യന്തികമായൊരു മുടക്കം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഴുവൻ മേഖലയെയും ബാധിക്കും. ഒരു പരീക്ഷണമാണ്. ബാധിച്ച് നമ്മളൊക്കെ പിറകോട്ട് പോകുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പരീക്ഷണത്തിൽ നമ്മൾ കടുത്തതായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ശാരീരിക പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ വിധേയരായിത്തീരും. അതിൽ നിന്ന് സുരക്ഷിതരായിരിക്കുവാൻ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇന്നത്തെ നമ്മുടെ പള്ളി കലക്ഷൻ, അതെല്ലാം വെള്ളിയാഴ്ച നടക്കുന്ന പോലെ ഇതിൻ്റെ പള്ളി പരിപാലനത്തിലേക്കുള്ളതാണ്. ഈ സ്ഥാപനത്തിൻ്റെ പരിപാലനത്തിലേക്കുള്ളതാണ് ഇന്നത്തെ കലക്ഷൻ. അത് നിങ്ങൾ എല്ലാ ആഴ്ചയും പറയുന്നതല്ലേ, അതിപ്പോൾ എല്ലാ ആഴ്ചയും കേൾക്കുന്നതല്ലെന്ന് വിചാരിക്കരുത്. പരമാവധി സാധിക്കുന്ന അത്ര ഇനി മേലിലും റമദാനിലും ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും ഇതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലും എല്ലാം നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെല്ലാം ഉപരി പള്ളിയെ എപ്പോഴും ജമാഅത്ത് കൊണ്ടും ജുമുഅ കൊണ്ടും അപ്രകാരമുള്ള ഇവിടെ നടക്കേണ്ട മറ്റ് ഇമാറത്തുകൾക്കും സജീവമാക്കുക, സജീവമായി നിലനിർത്തുക. കാരണം അള്ളാന്റെ പള്ളികളെ പരിപാലിക്കുന്നവൻ അള്ളാനെ മാത്രം പേടിക്കുന്നവനാണ് എന്ന് സൂറത്ത് തൗബയിൽ അള്ളാഹ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ എന്നതാ. അങ്ങനെ പാടുള്ളൂ. കാരണം എല്ലാവരും ഭയപ്പെടുകയും
എല്ലാവരെയും പേടിക്കുകയും ചെയ്താൽ ഇതൊന്നും നടക്കൂല. കാരണം എന്താ? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി ഇതിന്റെ 1-ാം തീയതി മുതൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അത് ഇലാ യൗമിൽ ഖിയാമ. ആ ലക്ഷ്യത്തിൽ തന്നെ നിലനിൽക്കുകയും വേണം. അതാണ്, അല്ലാതെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല. സംഘടനക്ക് എന്തിനാ പള്ളി? ഒരു കേന്ദ്രം എന്തിനാ പള്ളി? ഇവിടെ നല്ല വരുമാനം കിട്ടുന്നുണ്ടോ? ഇല്ല. ഭൗതികമായ യാതൊരു നേട്ടമില്ല, ആത്മീയമായ നേട്ടം മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സ്ഥാപനം, അതിന്റെ പ്രബോധനം, അതിന്റെ പ്രചാരണം, അതിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ മുവഹ്ഹിദുകളാകുമ്പോൾ അതിലൂടെ ഈ പ്രവർത്തിച്ച ആളുകൾക്കും മറ്റും ലഭിക്കുന്നതായിരിക്കുന്ന ആ സവാബ് അത്ര മാത്രമേ ഉള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് നബി പറഞ്ഞല്ലോ, നീ മുഖേന ഒരാൾ ഹിദായത്തിലെത്തിയാൽ, ഒരാൾ ഹിദായത്ത് ലഭിക്കുന്നെങ്കിൽ ദുനിയാവും അതിലെ മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ്, ഉത്തമമാണ്. മിൻ ഉംറിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. അത് അറബികൾക്ക് വലിയ ഇഷ്ടമുള്ള മുതലാണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് ആ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെ സഹായിക്കുക, അതേ പ്രകാരം അതിനുവേണ്ടി ഇമാറത്ത് നടത്തുക, ഇതിനെല്ലാം തന്നെ വലിയ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. തുടർന്നും സഹായിച്ചും സഹകരിച്ചും എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളിലും പങ്കാളികളായി കൊണ്ട് നിങ്ങൾ ജീവിച്ചു പോവുക. പെട്ടെന്നൊരു ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവെന്ന് വിട പറയുമ്പോൾ, ഈ ദുനിയാവെന്ന് നമ്മൾ വിട പറയേണ്ടി വരും. റമദാൻ തുടങ്ങിയതിന്റെ ശേഷം എത്ര വാട്സപ്പിൽ എത്രകളെ ഫോട്ടോ മരിച്ചത് കണ്ടു. നമ്മൾ കണ്ടില്ലേ? റമദാൻ തുടങ്ങിയതിന് ശേഷം പറയാ, അതിന് മുന്നേ കണ്ടുകൊണ്ട് ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വാട്സാപ്പിലൂടെ മരിച്ചവരുടെ ഫോട്ടോകൾ, ഇന്ന സമയം മയ്യത്തെടുക്കും, അത് തന്നെയാണ്, അത് എൻ്റെ ഫോട്ടോ എന്ന് കരുതിയാൽ മതി. ഇതിങ്ങനെ നോക്കുമ്പോൾ മുഹമ്മദ് മരിച്ചു, വയസ്സ് 65, ഇന്ന സ്ഥലത്ത് സമയത്ത് മയ്യത്ത് നിസ്കാരം, ഇന്ന സ്ഥലത്ത് ഖബറടക്കൽ, ഇത് എൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി, ഇത് ഞാനാണ് എന്ന് ഓർത്താൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുമ്പോൾ ആ നാളെ എന്നത് നാളത്തെ ദിവസമാകുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ അല്ല, പരലോകത്തേക്കുള്ള ബർസഖിലേക്കുള്ള ദിവസത്തിന്റെ 1-ാം തീയതിയാണ്. ഒറ്റപ്പെട്ട ഇരുളടഞ്ഞ അള്ളാഹുവിന്റെ മലനായിക്കത്തിന്റെ കടുത്ത ചോദ്യങ്ങൾക്ക് വിധേയരാകുന്ന ദിവസമാണ് ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവിതാ പിറകോട്ട് പോവുകയാണ്, ആഖിറമിതാ മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി തീരുക, ദുനിയാവിന്റെ മക്കളാവരുത് കേട്ടോ. എന്താ നിങ്ങള് ആഖിറത്തിന്റെ മക്കൾ? ഇതിങ്ങനെ അവസാനിച്ചു പോവാ. നമ്പിയാക്കന്മാര്, ഉപ്പാര്, വല്ലിപ്പാര്, കുടുംബക്കാര്, പോക്കിരിമാര്, രാജാക്കന്മാര് അവരെല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ പിന്നോട്ട് പോവാന്ന്. ഇത് മുന്നോട്ട് വരില്ല. ആഖിറ ഇങ്ങനെ ഇങ്ങോട്ട് വലിഞ്ഞ് മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് ലാ തകൂനു മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ മക്കൾ ആവരുത് കേട്ടോ. വകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളായി തീരണം എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയുണ്ടായി എന്ന് സ്വഹീഹ് ആയ ഹസറിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇവിടുന്ന് വിട പറയേണ്ടി വരും. അപ്പോൾ ഞാൻ സുരക്ഷിതനായിരിക്കണം, എനിക്ക് അമ്ന് ലഭിക്കണം, എൻ്റെ അമല് മുഴുവനും സ്വീകരിക്കപ്പെടണം, എൻ്റെ മക്കളെ പ്രാർത്ഥന എനിക്ക് ലഭിക്കണം എന്ന ആ കടുത്ത ഉദ്ദേശത്തോടു കൂടെ അതിയായ വെറും ആഗ്രഹം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കാണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട്, നമ്മൾ ബോധ്യപ്പെടുത്താണ്ട് എല്ലാം പ്രതീക്ഷ കൊണ്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ട് കാര്യമില്ല. ആ പ്രതീക്ഷ കൊണ്ട് കാര്യമില്ല, അത് വെറും നമ്മുടെ ദുർബലതയാണ്. നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും യഥാർത്ഥ തൗഹീദിലായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണമേ അല്ലാ, ആശ്വാസം നൽകണമേ അല്ലാ, ശത്രുവിനെ നീ പരാജയപ്പെടുത്തണമേ അല്ലാ, നിന്റെയും ദീനിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളെ അമ്പേ പരാജയപ്പെടുത്തണമേ അല്ലാ. ഈ ബുദ്ധിമുട്ടിൽ നിന്ന് പിന്മാറാൻ, ഈ അപകടങ്ങളിൽ നിന്ന് പിന്മാറാൻ അവർക്ക് മനസ്സ് നൽകണമേ അല്ലാ. നിരപരാധികളെ പറ്റിയുള്ള അലിവും കനിവും കാരുണ്യവും അവരെ മനസ്സിൽ നീ ഇട്ടുകൊടുക്കണമേ അല്ലാ.